ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, സുഖല്ലേ? ടീച്ചർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അല്ലേ? മലയാളം ഫസ്റ്റ് ആണ്, അതിന്റെ പരീക്ഷയാണ് ആദ്യം നമുക്ക് വരുന്നത് അല്ലേ? ടീച്ചറിന്റെ പേര് ശ്രുതി എന്നാണ്, എല്ലാവരും കാണാറുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണോ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ടീച്ചർ പറഞ്ഞുതരാവേ. ഇന്ന് ടീച്ചർ പറയുന്നത് ഇതാ ഒരു മായാലോകം എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പരീക്ഷയിൽ അല്ലെ. ഇതാ ഒരു മായാലോകം. ഏതാണ് ആ പാഠം? മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അങ്ങനെ സാധാരണ നമ്മൾ മണ്ണിലൂടെ ചവിട്ടി നടക്കുന്നല്ലാതെ മണ്ണിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊന്നും നമ്മൾ സാധാരണ നോക്കാറില്ല അല്ലെ. പക്ഷെ ഇതിനെപ്പറ്റി ആകാംക്ഷയുള്ള, ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കണം എന്ന് തോന്നുന്ന ചിലരുണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ, ഒരു സയന്റിഫിക് മൈൻഡുള്ള ചിലരുണ്ടാവും. മണ്ണിനെ പറ്റി അറിയാം, അതുപോലെ മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, വ്യത്യസ്ത തരം മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്, മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ള ചിലരുണ്ടാവും. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇതാ ഒരു മായാലോകം എന്ന് പറയുന്ന പാഠത്തിൽ മണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞന്റെ കുറിപ്പാണ്. ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ്. ആരായിരുന്നു ആ ശാസ്ത്രജ്ഞൻ? സുവോളജിക്കൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബീബ് ആയിരുന്നു അല്ലേ. ആരാണ്? ഡോക്ടർ ബീബ്. എന്താണ്? വില്യം ബീബ് എന്ന് പറയുന്ന ഒരു സുവോളജിക്കൽ സൊസൈറ്റിയിലെ, ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് അല്ലേ. അദ്ദേഹം ഈ ഒരു കപ്പൽ യാത്രയും അതിനിടയിൽ അവിടുന്ന് കിട്ടിയ മണ്ണും അതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അത്ഭുതപ്പെട്ടു. ഒരു മണ്ണ് എടുത്തിട്ട്, കുറച്ച് മണ്ണ്, അത് ആ മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നൊക്കെ കൗതുകത്തോടെ, ഒരു കപ്പലിൽ യാത്ര ചെയ്യേണ്ട ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മണ്ണ് കിട്ടുന്നത്, അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം മണ്ണിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും അത്ഭുതത്തോടെ പഠിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് പറഞ്ഞു തന്നത് പ്രൊഫസർ എസ് ശിവദാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊഫസർ എസ് ശിവദാസിന്റെ ഒരുപാട് ശാസ്ത്ര മാസികകളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പേരുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു നോക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? പൃഥ്വിയില് എൻഡ് ഗെയിം ബാച്ചൊക്കെ അഡ്മിഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 1175 രൂപയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് അങ്ങ് ജോയിൻ ചെയ്യുക. ഇതുവരെ കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് കേട്ടോ. മറന്നു പോകരുത്. താഴെക്കൂടെ ഒരു നമ്പർ ഇങ്ങനെ ഓടി പോകുന്നത് കാണുന്നില്ലേ? അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്തിട്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രൊഫസർ എസ് ശിവദാസിന്റെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഇതിലെ സൂചനകളൊക്കെ നിങ്ങൾക്ക് സാധാരണ തരാറുണ്ട്. ഇതാരാണ് എന്നൊന്ന് അറിയണോ? ഇതാ നിറഞ്ഞു ചിരിക്കുന്ന ഈ മനുഷ്യൻ പ്രൊഫസർ എസ് ശിവദാസ് ആണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നല്ല നല്ല രസകരമായ രീതികളിൽ നമുക്ക് ശാസ്ത്രബോധം വളർത്തുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള ലേഖനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു എഴുത്തുകാരനും അധ്യാപകനും ശാസ്ത്രജ്ഞനും ഒക്കെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പ്രൊഫസർ എസ് ശിവദാസ് അല്ലേ. അപ്പോൾ യുറീക്ക എന്ന് പറയുന്ന ഒരു മാസിക നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. പ്രശസ്ത ബാലസാഹിത്യകാരനായ പ്രൊഫസർ എസ് ശിവദാസ് യുറീക്ക മാമൻ എന്ന് പറയുന്ന ഒരു വിശേഷണത്തിന് അർഹനാണ് കേട്ടോ. യുറീക്ക മാമൻ. അപ്പോൾ യുറീക്കകളിൽ ഒരുപാട് നമ്മൾ മഴ പെയ്യിക്കുന്നതിനെ, എനിക്കൊന്നും ഓർമ്മയുണ്ട്, മഴ പെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള ലേഖനങ്ങളൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാസ്ത്ര സംബന്ധിയായ, ശാസ്ത്രബോധം വളർത്തുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് സൂചന തരും. ജനനം, മരണം, ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒക്കെ, അതൊക്കെ വെച്ചിട്ട് നമ്മളോടൊരു ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറയും. ലഘു ജീവചരിത്രക്കുറിപ്പ് 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ 1 വേർഡ് ചോദ്യം വരികയാണെങ്കിൽ, ഈ പാഠത്തിൽ നിന്ന് വരികയാണെങ്കിൽ, നമ്മുടെ സുവോളജിക്കൽ ന്യൂയോർക്കിലെ നമ്മൾ പറഞ്ഞു അല്ലേ, സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞനായിരുന്ന
അല്ലെ മണ്ണ് നിരീക്ഷകനായിട്ടുള്ള മണ്ണ് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്യം ബീബ് എന്ന് നമുക്ക് എഴുതാം. അത് നമുക്ക് മാരത്തോണിലൊക്കെ പഠിക്കാം. ഇത് നമുക്കിപ്പോൾ എഴുതാനുള്ളത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്രമാണ്. ഇത് ജനനം തന്നിട്ടുണ്ടാവും, ഇത് ജില്ല എന്ന് തന്നിട്ടുണ്ടാവും, അല്ലെ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ തന്നിട്ടുണ്ടാവും. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങ് എഴുതാം. എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് നമുക്ക് എന്താ ഒരു പോയിന്റെങ്കിലും അറിയെങ്കിൽ അത്രയും മാർക്ക് നമുക്ക് അധികം കിട്ടില്ലേ. 1940 ഫെബ്രുവരി 19 കോട്ടയം ജില്ലയിലെ വൈക്കം ഉല്ലല ഗ്രാമത്തിൽ ജനിച്ചു. 1962 മുതൽ 1995 വരെ കോട്ടയം CMS കോളേജിൽ അധ്യാപകനായിരുന്നു. പിന്നെയോ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കോട്ടയം ജില്ലയുടെ സ്ഥാപക സെക്രട്ടറി. വിനീത മാസികകൾ യുറീക്ക, ശാസ്ത്ര കേരളം, ബാലശാസ്ത്രം, എങ്ങനെ എന്നിവയുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇദ്ദേഹമാണ്. യുറീക്ക നമ്മൾ സ്ഥിരം ടീച്ചറൊക്കെ കാലത്ത് സമയത്തൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്നതായിരുന്നു യുറീക്ക. അപ്പം പരിഷത്ത് പ്രസിദ്ധീകരണ സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിന്റെ ചീഫ് എഡിറ്റർ ഇദ്ദേഹമാണ് കേട്ടോ. അപ്പോൾ പ്രൊഫസർ എസ് ശിവദാസ്, ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെ കുറിച്ച് നമുക്കൊന്നറിയാം. ഇതിൽ 1-2 കൃതികൾ ഇന്ന് ഓർമ്മിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി കേട്ടോ. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും, സസ്യലോകം, അത്ഭുത ലോകം, ഇതൊക്കെ നമ്മളെ ശാസ്ത്രത്തെ കുറിച്ചാണ്. ആരാമാമ ഈ വിശ്വമാനവൻ, നയാഗ്ര മുതൽ സഹാറ വരെ, അല്ലെ നയാഗ്ര വെള്ളച്ചാട്ടം, അല്ലെ പിന്നെ സഹാറ മരുഭൂമി, പുസ്തകക്കളികൾ, കുട്ടികൾക്ക് 3 നാടകങ്ങൾ, ഭ്രാന്തൻ കണ്ടലിന്റെ കത്ത്, കാർബൺ എന്ന മാന്ത്രികൻ, അല്ലെ കാർബണിനെ കുറിച്ച്, കിയോ രസതന്ത്ര സാഗരം, ജയിക്കാൻ പഠിക്കാം, മ്യൂണിച്ചിലെ സുന്ദരികളും, അല്ലെ പ്രകൃതി അമ്മയുടെ അത്ഭുത ലോകത്തിൽ. ഇവിടെ വേറെ ഏതോ ഒരു പേരുണ്ട്, അപ്പൊ ഇതിന്റെ ബാക്കി എന്തായിരുന്നു എന്ന് നോക്കണം. പ്രകൃതി അമ്മയുടെ അത്ഭുത ലോകത്തിൽ. ഇതൊക്കെ എന്താണ് പ്രൊഫസർ എസ് ശിവദാസിന്റെ കൃതികളാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാ ഈ തന്നിരിക്കുന്ന ലേബർ ഇന്ത്യയുടെ നിങ്ങളൊക്കെ വായിക്കാറുണ്ടാവും അല്ലെ. ലേബർ ഇന്ത്യ പബ്ലിക്കേഷന്റെ ചീഫ് എഡിറ്റർ ആയിട്ടൊക്കെ ജോലി നോക്കുന്നത് ഇദ്ദേഹമാണ്. മനസ്സിലാക്കുക. യുറീക്ക, ശാസ്ത്ര കേരളം, ബാലശാസ്ത്രം, ഇതൊക്കെ എന്താണ് ഇദ്ദേഹത്തിന്റെ മേഖലകളാണ് കേട്ടോ. അപ്പോ ഇതാണ് ലഘു ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് നമ്മളെ പൃഥ്വി എൻഡ് ഗെയിം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലഘു ജീവചരിത്രക്കുറിപ്പ്. അപ്പോൾ ഇതാവുമ്പോൾ പ്രൊഫസർ ശിവദാസിനെ കുറിച്ചാവുമ്പോൾ നിങ്ങൾ അറിയാതെ പോകരുത്. അദ്ദേഹത്തിന്റെ സംഭാവനകളൊക്കെ അല്ലെ. യുറീക്ക മാമൻ, അത് നമ്മുടെ ഇതിൽ തന്നിട്ടില്ലെങ്കിൽ, സൂചനയിൽ തന്നിട്ടില്ലെങ്കിൽ അത് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.